അൽബേനിയയിൽ നിന്ന് പാവങ്ങളുടെ അമ്മ എന്ന പദവിയും പേര് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ട മദർ തെരേസ. ഭാരതത്തിന്റെ മാനം കാക്കേണ്ട സൈന്യത്തിന്റെ 3 അധിപന്മാരെ കൊണ്ട് മദർ തെരേസയുടെ ശവം ചമപ്പിച്ചു. ഇവിടുത്തെ ഹിന്ദു പ്രതികരിച്ചു. ഒന്ന്, ഞങ്ങളുടെ നാട്ടില് ഈ കുരിശ് കമ്മിയാ, ഞങ്ങൾക്ക് ഈ ശല്യമില്ല, വല്ലാതല്ല. അവിടെ ഇത് കാലെടുത്ത് കുത്തിയിട്ടില്ല, ഇനി ഒളിഞ്ഞും തെളിഞ്ഞും വരുന്നുണ്ടോന്ന് ഞങ്ങൾക്ക് നിശ്ചയില്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് ഇതിനെപ്പറ്റി വലിയ പിടിപാടില്ല. ഇതിന്റെ ഗുണം അറിയില്ല, ദോഷം അറിയില്ല. ഇനി അരിയും പയറുപൊടിയും പിന്നാലെ വരുന്നുണ്ടോന്ന് ചോദിച്ചാൽ നിശ്ചയില്ല, കാണുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നന്നായി അറിയാം ഈ വക പ്രവർത്തനങ്ങളൊക്കെ. പട്ടിണിയുണ്ട്, പക്ഷെ ആ പട്ടിണി സൃഷ്ടിച്ചതാര്? അവിടെ പട്ടിണി സൃഷ്ടിച്ചുകൊണ്ട് ഇവർക്ക് വല വീശാൻ, ക്രിസ്ത്യാനികൾക്ക് വല വീശി ഇരയായി നിന്നുകൊടുക്കാൻ വേണ്ടി അവിടെ ഈ പട്ടിണി സൃഷ്ടിച്ചതാര്? അവിടെ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പട്ടികജാതിക്കാരെ പട്ടിണിയിലേക്ക് തള്ളിയിട്ടതാരാ? ആരാണ് ഇവിടുത്തെ പട്ടിണിക്ക് ഉത്തരവാദി? ആ പട്ടിണി മാറ്റാൻ കഴിയാത്തതിന് കേരള ജനതയുടെ മുൻപിൽ ഏത്തമിടേണ്ടവര് അവിടെ പട്ടിണിയുണ്ട്, അതുകൊണ്ട് കന്യാസ്ത്രീകൾ പോയി പട്ടിണി മാറ്റട്ടെ എന്ന് പറയുന്ന അവിടെ കന്യാസ്ത്രീകൾ മതി. എന്തിനിവിടെ ഭരണം? ഇവിടുത്തെ പട്ടിണി മാറ്റാനും പാവങ്ങൾക്ക് കഞ്ഞി കൊടുക്കാനും കന്യാസ്ത്രീകൾക്കാണ് അധികാരമെങ്കിൽ എന്തിനാ അവിടെ ഭരണം? കേരളത്തിന്റെ സമ്പത്ത് കട്ടുകുടിക്കാനോ? പണ്ടത്തെ പോലെ മറ്റേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോ ബ്രിട്ടീഷുകാരോ ഭരിക്കട്ടെ ഇവിടെ? എന്തിനാ ഇവിടെ പാർട്ടി? കന്യാസ്ത്രീകൾക്കാണ് ഇവിടെ പട്ടിണി മാറ്റാൻ അധികാരമെന്ന് ഈ 2 രാഷ്ട്രീയക്കാരും പറയുന്നുവെങ്കിൽ എന്തിന് നിങ്ങൾ അധികാരത്തിലേറുന്നു? രാജിവെച്ച് അവനവനുള്ള എല്ലാ സ്ഥാനമാനങ്ങളും രാജിവെച്ച് പുറത്തിറങ്ങുക. നിങ്ങളെ കൊണ്ട് സാധ്യമല്ല എങ്കിൽ ഈ പട്ടിണി സൃഷ്ടിച്ചതിന്റെ ഉത്തരവാദിത്വം മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും ഒരേപോലുണ്ട്. ഈ പട്ടിണി സൃഷ്ടിച്ചത് ബോധപൂർവമാണ്, ബോധപൂർവമാണ്. ചോദ്യം ചെയ്യാതെ 3 പതിറ്റാണ്ടോളമായി ബംഗാള് ഭരിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടി. ബംഗാളിലെ മിഡ്നാപൂർ ജില്ലയിൽ നിന്ന് പട്ടിണി കൊണ്ടുള്ള കൂട്ടമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, കൂട്ടമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൽക്കത്തയിലെ അഗതികളുടെ അമ്മയായിട്ട് വാഴണം. കൽക്കത്തയിലെ പാവങ്ങൾക്ക് ഒരു നേരത്തെ കഞ്ഞി കുടിക്കാനെങ്കിലും വഴിയുണ്ടായിരുന്നു. കൽക്കത്തയുടെ തൊട്ട അയലോക്കാ ബംഗ്ലാദേശ്. അവിടെ പട്ടിണിയിൽ കിടന്ന് ആറാടാണ്. എന്തേ തിരിഞ്ഞു നോക്കാഞ്ഞ്? ഈ പാവങ്ങളുടെ അമ്മ അതിർത്തി ഒന്നും അപ്പുറം കടന്നില്ലല്ലോ. കടന്നാ വിവരറിയും. അത് മുസ്ലിം രാഷ്ട്രമാണ്, കടന്നാ വിവരറിയും. ഇവിടെ നിങ്ങൾ പട്ടാമ്പിയിലേക്ക്, എന്റെ നാട് പട്ടാമ്പിയാ, പട്ടാമ്പി ഷൊർണൂർ ഭാഗത്തേക്ക് വരും, നേരം വെളിച്ചാമ്പ് വരണം. തിരൂര്, താനൂര്, പരപ്പനങ്ങാടി ഭാഗങ്ങളിലെ സമ്പന്നന്റെ വീട്ടിലേക്ക് പിച്ച തണ്ടാൻ പോകുന്ന മുസ്ലിം സഹോദരിമാരെ ഞാൻ കാണിച്ചു തരാം. എന്തേ അരിയും പയറും പാൽപ്പൊടിയായിട്ട് അവരുടെ ഇടയിൽ പോവാത്തത്? നേരത്തെ പറഞ്ഞതിന്റെ പോവാനേ പറ്റുമോ? തിരിച്ചു വരാൻ പറ്റില്ല. ഹിന്ദുവിന്റെ ബോധക്കടൊന്നും അവർക്കില്ല. അവര് വിവരം പഠിപ്പിച്ചു വിടും. അവിടെ ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ചെന്നാൽ വിവരം പഠിപ്പിച്ചു വിടും. പാകിസ്ഥാനിലെ വിവരം അറിയാലോ എന്തേ ഉണ്ടായി എന്ന്. അവിടെ കുരിശെന്ന് കേട്ടാ വെട്ടാ, അത് കേൾക്കുക വേണ്ടുള്ളൂ. മതേതരന്മാർക്ക് ചെന്ന് നോക്കാൻ വളരെ അടുത്ത നാടാണല്ലോ. ഇവിടെ വലിയൊരു കുരിശുണ്ടാക്കിയിട്ട് ഈ ഹിന്ദുവിനെ ഒക്കെ കൂടി അതുമ്മ തറച്ചു കൊല്ലാന്ന് വിചാരിക്കണ്ട. ആ കാലമൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ കർത്താവിനെ പോലും രക്ഷിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണ്ട നിങ്ങള്.